ഗിരിജ എന്നൊരു ഭക്ത എൻ്റെ അടുത്ത് വളരെ സംശയത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. കാരണം ഗിരിജ ചേച്ചി ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ചേച്ചി ഗുരുവായൂരപ്പന് കുറച്ച് വഴിപാടുകളും അതേപോലെ നിർമ്മാല്യം കൂടെ കണ്ടു തൊഴാമെന്നും കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നിർമ്മാല്യം തൊഴാൻ വന്നപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് നിർമ്മാല്യം തൊഴാനായിട്ട് തലേ ദിവസം തന്നെ ക്യൂ നിൽക്കേണ്ട കാര്യം. അങ്ങനെ അന്ന് തൊഴാൻ സാധിച്ചില്ല. പിറ്റത്തെ തവണ വന്നപ്പോൾ തലേദിവസം വളരെ നേരത്തെ തന്നെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും നിർമ്മാല്യം കാണാൻ സാധിച്ചില്ല. നിർമ്മാല്യം കഴിഞ്ഞിട്ട് എണ്ണാഭിഷേകം കഴിഞ്ഞുള്ള വാഗച്ചാർത്താണ് ഇത്ര കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിരുന്നു എന്താ ഭഗവാൻ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു സംശയമാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിർമ്മാല്യം തൊഴാൻ വന്നിട്ട് വാഗച്ചാർത്ത് കണ്ടതിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, യാതൊരു കുഴപ്പമില്ല എന്നുള്ളത്. കാരണം ഗുരുവായൂരപ്പൻ്റെ ഏതു ഭാവമാകട്ടെ അത് കണ്ടു തൊഴാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ശരിക്കും ഈ വാഗച്ചാർത്തിൻ്റെ ആ ഒരു ഫലം ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് വലിയ സന്തോഷമായത്. കാരണം നമ്മുടെ എല്ലാ കഷ്ടതകളും അരിഷ്ടതകളൊക്കെ നീക്കുന്ന ആ ഒരു ഭാവത്തിലാണ് വാഗച്ചാർത്തിൻ്റെ സമയത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ശരിക്കും ചേച്ചിക്ക് അത് ആ വാഗച്ചാർത്ത് കാണിച്ചു കൊടുത്തത് തന്നെയാണല്ലേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ചേച്ചിക്ക് നല്ല സന്തോഷമായി കേട്ടോ. എന്നാലും ഇനി വരുന്ന സമയത്ത് നിർമ്മാല്യം കണ്ടു തൊഴണം എന്നുള്ള ആഗ്രഹം ചേച്ചിക്കുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടെ ശ്രീ ഗുരുവായൂരപ്പൻ സാധിച്ചു കൊടുക്കട്ടെ. നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ.